പ്യുവർ മൗണ്ടൻ ആണ്, പാറക്കല്ലുകളാണ് നിറയെ. അതിന്റെ മുകളിലാണ്, ഏറ്റവും മുകളിലാണ് ഈ മൊണാസ്ട്രി പണിതിട്ടുള്ളത്. ഫ്ലാഗ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം മിലിറ്ററി ഏരിയ ആണ്. എന്ത് ക്യൂട്ടാവൻ കരടിക്കുട്ടി പോലെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ കുറെ പ്രയർ വീൽസ് ഉണ്ട്, നമുക്കൊക്കെ ഒന്ന് കറക്കി നോക്കാം. നല്ല വെൽ മെയിൻറ്റൈൻ ആട്ടോ ലേ മാർക്കറ്റ്. നിങ്ങൾക്ക് വണ്ടികൾ എൻട്രി ഇല്ല, പക്ഷെ നടുക്കെല്ലാം ഇരിക്കാനും നല്ലപോലെ ചെടികളൊക്കെ വെച്ച് നല്ല നീറ്റാണ് ലേ മാർക്കറ്റ്. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡാണ്. എയർപോർട്ടിൻ്റെ റൺവേ. ഇപ്പോൾ ഒരു ഇൻഡിഗോ വിമാനം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. മൊണാസ്ട്രി എത്തിയിട്ടുണ്ട്. ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കാണിത്. നമുക്കൊന്ന് അങ്ങോട്ട് കയറി നോക്കാം. നമസ്കാരം. അപ്പം നമ്മളിന്നത് ലേയിലാണ്. അപ്പം നമ്മളിന്ന് ഇവിടെ ലേയിൽ തന്നെ സ്റ്റേ ചെയ്യാണ്. നമ്മൾ പയ്യെ കയറുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെർമിറ്റ് എടുക്കുകയാണ്. നമുക്ക് പാങ്കോങ് പോകണം, ഹാൻലി പോകണം, ഉംലിംഗ്ല പോകണം. അപ്പം നമ്മളിന്ന് പെർമിറ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നേരെ കഫേ പോകണം. ആദ്യം കഫേ പോയിട്ട് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് DC ഓഫീസിൽ പോയിട്ട് അത് സീൽ ചെയ്യണം. നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടുന്ന് നേരെ കാണുന്ന റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇവിടുന്ന് നേരെ നോക്കിയാൽ മഞ്ഞുമല കാണുന്നുണ്ടല്ലോ അല്ലെ, പുറകിൽ മഞ്ഞുമല കാണുന്നുണ്ട്. ഇതിന്റെ ചുറ്റും മൗണ്ടൻസ് ആണ്. ഞങ്ങൾ നിൽക്കുന്നതിന്റെ ചുറ്റും മൗണ്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇന്റർനെറ്റ് കഫേയിലേക്കാണ്. ഇപ്പം പെർമിറ്റിന് ആദ്യം അപ്ലൈ ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പം ഞങ്ങൾ പെർമിറ്റ് എടുത്തു. എങ്ങനെയാണ് അതിൻ്റെ ചാർജ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ലേന്ന് ഒരു ദിവസത്തേക്ക് മിനിമം നമുക്ക് വരിക 500 രൂപയാണ്. 500ഉം 20 രൂപ എക്സ്ട്രാ ചാർജ് വരും ഒരു ദിവസത്തേക്കുള്ളത്. 520 രൂപയാണ്. അതായത് അതിൻ്റെ ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 രൂപ എൻവയോൺമെൻറ്റൽ ഫീ ആണ്. അത് ഇവിടുത്തെ ലേ ഗവൺമെൻറ് ചാർജാണ് 400 രൂപ. അത് നമ്മൾ കൊടുക്കണം. അതിൻ്റെ കൂടെ 20 രൂപ ഓരോ ദിവസത്തേക്ക്, അതായത് 420 ഒരു ദിവസത്തേക്ക്. അപ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് നിൽക്കുകയാണെങ്കിൽ 440 ആവും. പിന്നെ നമ്മൾ ഇന്റർനെറ്റ് കഫേയിൽ പോവുകയാണെങ്കിൽ ഒരു 100 രൂപക്ക് പ്രോസസ്സിംഗ് ചാർജ് ഉണ്ടാവും. ഇത് പെർ പേഴ്സൺ ആണ്. അപ്പോൾ 400 എൻവയോൺമെൻറ്റൽ ഫീയും 20 രൂപ ഓരോ ദിവസത്തേക്കും പ്ലസ് ഒരു 100 അവർ ചാർജും കൂടി 500 രൂപ നമ്മൾ ഒരു ദിവസം നിൽക്കാനാണ്. അപ്പോൾ 2 ദിവസത്തേക്കാണെങ്കിൽ 540, 3 ദിവസത്തേക്കാണെങ്കിൽ 560. അപ്പോൾ ഞങ്ങൾ ഒരു 6 ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്. 6 ദിവസത്തേക്ക് വേണ്ടി വരില്ല, എന്നാലും ഞങ്ങൾ 6 ദിവസത്തേക്ക് എടുത്തുന്നുള്ളൂ. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യാനും നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഒരു 6 ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ലേ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ലേ മാർക്കറ്റ് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ കാണിച്ചു തരികയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പം നമ്മൾ ലേന്ന് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് സ്പിക്ടുക് മൊണാസ്ട്രി ആണ്. അപ്പോൾ ഒരു മൊണാസ്ട്രി കാണാൻ പോകാമെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ ലേ ടൗണിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് നേരെ പോവാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. വലിയൊരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം മിലിറ്ററി ഏരിയ ആണ്. നമുക്ക് അങ്ങനെ അവരെ സൈഡിലേക്ക് അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പ്രൊഹിബിറ്റഡ് ആണ്. നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടോ, മൗണ്ടൻ്റെ ഇടയിൽ വലിയൊരു ഇന്ത്യൻ ഫ്ലാഗ്. നമ്മൾ നേരെ പോകുന്നത് സ്പിക്ടുക്കിലേക്കാണ്. ഫുൾ മൗണ്ടൻസ് ആണ്. ഈ ലേ എന്ന് പറയുന്നത് തന്നെ മൗണ്ടൻസിനെ ചുറ്റിയുള്ള അതിന്റെ നടുക്കുള്ള ഒരു മൗണ്ടൻസിന്റെ സർക്കിളാണ്. അതെ, അതിന്റെ നടുക്കുള്ള ഒരു സിറ്റി ലേ വരുന്നത്. മുകളിൽ മലേന്റെ മുകളിൽ ഒരു മൊണാസ്ട്രി കാണുന്നുണ്ട്. അതാണ് തോന്നുന്നു സ്പിക്ടുക് മൊണാസ്ട്രി. നമ്മൾ അങ്ങോട്ട് പോവാണ്. നേരെ കയറി നോക്കാം നമുക്ക്. അപ്പോൾ സ്പിക്ടുക് മൊണാസ്ട്രി എത്തിയിട്ടുണ്ട്. ഒരു കുന്നിന്റെ മണ്ടയ്ക്കാണിത്. നമുക്കൊന്ന് അങ്ങോട്ട് കയറി നോക്കാം. നമ്മൾ വേണ്ടേ ഈ വഴിയോട്ടോ കയറി വന്നത്. ചെറിയൊരു കയറ്റം, ചെറിയൊരു കുന്ന്, അതിൻ്റെ മുകളിലാണ്. അവിടുത്തെ എങ്ങനെയൊക്കെ അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം.
നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കോട്ടാണിത്. ദലൈലാമയുടെ ആണിത്. അപ്പം നമ്മൾ കയറുന്നിടത്ത് തന്നെ അവരിത് ബോർഡ് വെച്ചിട്ടുണ്ട്. വാട്ടർ ഡ്രസ്സൊന്നും പറ്റില്ല എന്നിവിടെ. ഇവിടെ കയറുമ്പോൾ തന്നെ പ്രെയർ വീലുണ്ട് കേട്ടോ. വലിയൊരു പ്രെയർ വീലാണ്. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൗസൻഡ്സ് ഓഫ് മന്ത്ര ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വൺസ് ഒരു വട്ടം കറക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിത് ഒരു വട്ടം ഒന്ന് കറക്കാൻ പോവാണ്. നമുക്ക് ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി ദേ അങ്ങ് ടോപ്പ് വരെ എത്തണം കേട്ടോ. പക്ഷെ നമ്മൾ പയ്യെ കയറുന്നുള്ളൂ. ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് വളരെ പതുക്കെ കയറുന്നുള്ളൂ. ഞാൻ വേറൊരു കാര്യം കാണിച്ചു കേട്ടോ. ഇന്ത്യൻ ആർമി മൗണ്ടൻ്റെ മുകളിൽ എഴുതി വെച്ചൊരു കോട്ടാണ്, ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ഞങ്ങളങ്ങനെ മൊണാസ്ട്രി മുകളിലെത്തിട്ടോ. ഈ കാണുന്നതാണ് മൊണാസ്ട്രി. ഈ പരിക്രം ഈ ഒരു ഡയറക്ഷനിലാണ് പോകേണ്ടത്. അപ്പോൾ ഇതുവഴി പോയി വെക്കാം. മൗണ്ടൻ ആട്ടോ, അത് പ്യുവർ മൗണ്ടൻ ആണ്. പാറക്കല്ലുകളാണ് നിറയെ. അതിൻ്റെ മുകളിലാണ്, അവർ ഏറ്റവും മുകളിലാണ് ഈ മൊണാസ്ട്രി പണിതിട്ടുള്ളത്. ഉണ്ടോ, ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ബ്യൂട്ടി മുഴുവൻ കാണാം ലേയുടെ. ഇവിടെ കുറേ പ്രയർ വീൽസ് ഉണ്ട്. നമുക്കൊക്കെ ഒന്ന് കറക്കി നോക്കാം. ഇവിടെയാണ് മെയിൻ മൊണാസ്ട്രി വരുന്നത്. ഫോട്ടോഗ്രാഫി ഒന്നും അലോഡല്ല, അപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ മൊണാസ്ട്രി ഒക്കെ കണ്ടു. ഞങ്ങൾ നേരെ ഇനി ഇറങ്ങാണ് കേട്ടോ. ഇത് ഈ മൊണാസ്ട്രിയുടെ മുകളിൽ നേരെ കാണുന്ന കേട്ടോ എയർപോർട്ടിൻ്റെ റൺവേ. ഇപ്പോൾ ഒരു ഇൻഡിഗോ വിമാനം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലേ എയർപോർട്ട്. അപ്പം അങ്ങനെയൊക്കെ അതച്ച് മൊണാസ്ട്രി ഞങ്ങൾ കണ്ടു തീർത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര കാമൻ ക്വയറ്റ് കേട്ടോ ഇവിടെ. നല്ല കാമൻ ക്വയറ്റാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ഞങ്ങൾ സ്പിക്ടുക്ക് മൊണാസ്ട്രി ഒക്കെ കണ്ട് നല്ലൊരു ഞങ്ങൾ റിസോർട്ട് ഇവിടെ തൊട്ടടുത്താണ്. അതിൻ്റെ പുറകിലാണ് ഞങ്ങൾ റിസോർട്ട്. അപ്പോൾ അവിടെ ഫുൾ മെഡോസാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡാണ്. അപ്പോൾ ഞങ്ങളത് കോംപ്ലെറ്റ് ഉണ്ട്, കയ്പ, പിന്നെ കൊണ്ടാട്ടമുണ്ട്, ഇത് ചെമ്മീൻ, ചമ്മന്തിപ്പൊടി ഉണ്ട്, ഞങ്ങൾക്ക് പപ്പടമുണ്ട്, പിന്നെ കറിയുണ്ട്. ഇതൊരു സാമ്പാറാണ്, പിന്നെ വെള്ളമുണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങൾ ഈ നല്ല ഇതേ കൂടി അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുറേ പേര് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന റിസോർട്ടാണേ. തൊട്ടടുത്തൊരു ഒരു ചെറിയൊരു സ്ട്രീം പോകുന്നുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടത് റിസോർട്ടിൻ്റെ എൻട്രൻസ് ഇവിടെ ആണ്. റിസോർട്ടിൽ പാർക്കിംഗ് ഫുൾ ആയതുകൊണ്ട് നമ്മൾ പുറത്തിട്ടതാണ് വണ്ടി. അടിപൊളി ആംബിയൻസ് കേട്ടോ റിസോർട്ടിൻ്റെ. അപ്പോൾ നമ്മൾ മൊണാസ്ട്രി കണ്ടിട്ട് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുത്തു. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് ലേ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് ലേ മാർക്കറ്റിലേക്ക്. 1-2 സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ട്. അവിടെ പോയിക്കോട്ടെ എന്തൊക്കെയാണ് സ്ഥിതി. പിന്നെ മാൾ റോഡ് പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക, ഇവിടുത്തെ നമ്മൾ വീഡിയോയിലൊക്കെ എടുക്കുമ്പോഴേ ഇവിടുത്തെ സ്കൈ കാണാൻ ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടുത്തെ സ്കൈ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സ്കൈ. എനിക്കൊന്ന് ഇത്രയും മുകളിലായതുകൊണ്ടായിരിക്കാം നല്ല ക്ലിയറിൽ നമുക്ക് കാണാം, ഒരു ബ്ലൂ കളറിൽ അല്ലേ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തു. മാർക്കറ്റിന്റെ ഉള്ളിൽ പാർക്കിംഗ് കിട്ടൂല. അപ്പം വണ്ടി നേരെ പുറകിൽ പാർക്ക് ചെയ്തു. ഒരു 2 മിനിറ്റ് നടക്കാനെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. ഈ ജംഗ്ഷനിൽ റൈറ്റ് പോകണം.
അപ്പോൾ ഈ ഏരിയ മുഴുവൻ ജ്വല്ലറീസ് ആണ്, മീൻസ് ഫാൻസി ജ്വല്ലറീസ് അങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ഏരിയ മുഴുവനുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ദേ ഈ കാണുന്നതാണ് മുഴുവൻ ലേ മാർക്കറ്റാണ്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഈ കാണുന്നതാണ് മാൾ റോഡ് ആൻഡ് ലേ മാർക്കറ്റ്. നമുക്കിവിടുന്നൊരു പ്രെയർ ഫ്ലാഗ് വാങ്ങണം. അപ്പോൾ ഇവിടെ കാണുന്നതാണ് തിബറ്റൻ മാർക്കറ്റ്. തിബറ്റൻ മാർക്കറ്റ് പോയിട്ട് നമുക്കൊരു പ്രെയർ ഫ്ലാഗ് വാങ്ങിക്കാം. പ്രെയർ ഫ്ലാഗ് നിങ്ങൾ ഈ കാണുന്നതാണ് തിബറ്റൻ മാർക്കറ്റ് കേട്ടോ. നായ്ക്കളെ കാണിച്ചിരാവേ. ഫുൾ ടൈം ഉറക്കാണ്, ഭയങ്കര രോമാണ് കേട്ടോ. അതിന് തണുപ്പായതുകൊണ്ടായിരിക്കും ഇത്രയും രോമം അതിന് കിട്ടിയത്. നമ്മൾ ഇതുപോലൊരു പ്രെയർ ഫ്ലാഗ് വാങ്ങിച്ചേ വണ്ടിയിൽ വെക്കാനായിട്ട്. ഇനി എന്താ അടുത്തെന്ന് നോക്കട്ടെ. കാശ്മീരിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾക്ക് ഇവിടെ 3 ഇരട്ടി വില കേട്ടോ അവർ പറയുന്നത്. ഇത്രയും ദൂരം ഇത്രയും മുകളിൽ വരുന്നോണ്ടായിരിക്കും. എന്നാലും ഞങ്ങളൊരു ഷോൾ കൂടി വാങ്ങിച്ചു. അമ്മ ഇട്ടപ്പോഴത്തെ ഒരു ഷോൾ കൂടി വാങ്ങിച്ചേ. വില പേശി വാങ്ങിക്കണം. എന്നാലും അതില്ല, ശ്രീനഗറിൽ വാങ്ങിച്ച അത്ര പോരാ. എന്നാലും കുഴപ്പമില്ല. ഇപ്പം നൈറ്റ് ആയിട്ടോ, ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയുണ്ട് ഇപ്പം. നമ്മൾ ഹുഡീസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഹുഡി നോക്കണമെന്നുണ്ട്, നോക്കാം. പക്ഷെ റേറ്റ് നല്ല കത്തിയാണ്, എന്നാലും നോക്കിയേക്കാം. നല്ല വെൽ മെയിൻറ്റെയിൻ ആട്ടോ ലേ മാർക്കറ്റ്. നമുക്ക് വണ്ടികൾ എൻട്രി ഇല്ല, പക്ഷെ നടുക്കെല്ലാം ഇരിക്കാനും നല്ലപോലെ ചെടികളൊക്കെ വെച്ച് നല്ല നീറ്റാണ് ലേ മാർക്കറ്റ്. പട്ടികൾ ഭയങ്കര ഇഷ്ടം. നോക്കി എന്ത് ക്യൂട്ടാവൻ, കരടിക്കുട്ടി പോലെ ഉണ്ടല്ലോ അവിടെ. ഞങ്ങളെ ലേ മാർക്കറ്റിൽ നമ്മളെ റെഡ് ഫ്ലാഗ് വാങ്ങി നമ്മൾ ലഡാക്കിന്ന് ലേന്ന് വെക്കുവാണ്. ഇത് വെച്ചിട്ടുണ്ട്, പക്ഷെ വണ്ടി പൊടി പിടിയായതുകൊണ്ട് അല്ലേ നല്ലോണം കാണും കേട്ടോ. ക്ലീൻ ചെയ്താളെ വണ്ടി ഞങ്ങൾ വാഷിങ്ങിന് കൊടുക്കും ചിലപ്പം. അപ്പം ഇനി നേരെ ഞങ്ങൾ ലേ മാർക്കറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, മൊണാസ്ട്രിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഞങ്ങൾ പാങ്ങോങ് പോകണം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് നേരത്തെ പോകണം. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും വരുന്ന വഴിക്കെവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരുന്നു. ഞങ്ങൾ ഡയമോക്സ് ടാബ്ലറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഓക്സിജൻ സിലിണ്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. മുമ്പുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.